മലയാളത്തിലും തമിഴിലും ഇപ്പോൾ തെലുങ്കിലും കന്നഡയിലൊക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നടനാണ് നമ്മുടെ സ്വന്തം ജയറാം. അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത ഒരു എപ്പിസോഡിൽ ജയറാം മുത്തു എന്ന് പറയുന്ന ഒരു സിനിമയിൽ രജനീകാന്തിൻ്റെ ഒപ്പമുള്ള ഒരു വേഷം ജയറാമിനൊന്ന് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നുള്ള കഥയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതേപോലെ ജയറാം റിജക്റ്റ് ചെയ്ത മലയാളത്തിലുണ്ട്, തമിഴിൽ കുറച്ച് ഹിറ്റ് സിനിമകളുണ്ട്. അപ്പോൾ ആ ഒരു സിനിമകളെ കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. മലയാളത്തിലും തമിഴിലും ഇപ്പോൾ തെലുങ്കിലും കന്നഡയിലൊക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നടനാണ് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ജയറാം. നമുക്കറിയാം 88 അപരൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ വന്നു, പിന്നീട് മലയാളത്തിലൊരു എസ്റ്റാബ്ലിഷ് ഹീറോയായി മാറി. ആ സമയത്ത് ജയറാം തുടക്കകാലത്ത് തന്നെ അഭിനയിച്ചൊരു സിനിമയാണ് ചാണക്യൻ. സിനിമയിൽ വന്ന ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ജയറാമിന് ലഭിച്ച വലിയൊരു റോളായിരുന്നു ചാണക്യൻ കമലഹാസൻ്റെ കൂടെ ഉള്ളത്. അന്ന് കമലഹാസൻ തമിഴിലെ സൂപ്പർ സ്റ്റാറാണ്, ഇന്നും സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ അന്ന് തമിഴിലെ സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്നു. അപ്പോൾ മലയാളത്തിൽ മാത്രമല്ല ആ സിനിമ തമിഴ്നാട്ടിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ജയറാമിനും അതൊരു വലിയൊരു എക്സ്പോഷറാണ് കിട്ടിയത്. ഇത് കഴിഞ്ഞ് ജയറാമിന് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന സമയത്ത് ജയറാമിന് കിട്ടിയ ഒരു അവസരമായിരുന്നു ദളപതി. അത് നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവും. ദളപതി എന്ന് പറയുന്ന സിനിമയിൽ മണിരത്നം, രജനി, മമ്മൂട്ടിനെ ഫിക്സ് ചെയ്ത ശേഷം അതിൽ ആ ഒരു കളക്ടർ റോള് അരവിന്ദ് സ്വാമി ചെയ്ത റോളിലേക്ക് ആദ്യമായിട്ട് ജയറാമിനെ, മമ്മൂക്കയാണ് ജയറാമിനെ വിളിക്കുന്നത്. പക്ഷേ ജയറാമിന് അന്ന് മലയാളത്തിൽ അറ്റ് എ ടൈം 3-4 പടങ്ങൾ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ആ ഓഫർ എന്താ പറയുക വളരെ വിഷമത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് നിരസിക്കേണ്ടി വന്നു. പിന്നീട് അരവിന്ദ് സ്വാമി റോള് ചെയ്തു. അരവിന്ദ് സ്വാമിക്ക് അത് കഴിഞ്ഞ് മണിരത്നത്തിൻ്റെ ഒരു പെറ്റായി മാറി. അതുകൊണ്ട് റോജയിലെ നായകനായി, ബോംബെയിലെ നായകനായി. അപ്പോൾ ജയറാം പറയാറുണ്ട്, അന്ന് ഞാൻ ദളപതി ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ റോജയിലെ നായകനായിട്ടും എനിക്ക് അവസരം കിട്ടിയേനെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ജയറാം തമിഴിൽ വന്നു. അദ്ദേഹം ഗോകുലം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഭാനുപ്രിയയുടെയൊക്കെ കൂടെയാണ് അദ്ദേഹം, ആ ഭാനുപ്രിയ നായികയായ ഒരു സിനിമയിലാണ് അദ്ദേഹത്തിൻ്റെ തമിഴ് എൻട്രി എന്ന് പറയുന്നത്. അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ചില സിനിമകളൊക്കെ ഡബ് ചെയ്തിട്ട്, ഇപ്പോൾ കടിഞ്ഞൂൽ കല്യാണമൊക്കെ ഡബ് ചെയ്തിട്ട് തമിഴിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്തൊക്കെ തന്നെയാണ് തോന്നുന്നത്, 92 കാലഘട്ടങ്ങളിലൊക്കെ. ഇത് കഴിഞ്ഞ് പിന്നെ ജയറാം കുറേ സിനിമകൾ തമിഴിൽ തുടർച്ചയായിട്ട് ചെയ്തു. അദ്ദേഹം നന്നായിട്ട് തമിഴ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ തമിഴ് ഒരു മലയാളം കലർന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് അവിടുത്തെ ഓഡിയൻസിനൊക്കെ ഇഷ്ടമാണ് എന്ന് പല ഡയറക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഫ്രീഡം ഉണ്ട്. അദ്ദേഹത്തിന് വേറെ ആരും ഡബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അനിയൻ ബാവ ചേട്ടൻ ബാവയുടെ റീമേക്ക് അവിടെ പോയി കഴിഞ്ഞപ്പോൾ അത് ജയറാം തന്നെയാണ് വേഷം ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയൊരു സിനിമയാണ്, അത് നമ്മൾ മുമ്പത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത് മുത്തു എന്ന് പറയുന്നൊരു സിനിമ. മുത്തുവിലും ഇതേപോലെ അഭിനയിക്കാൻ വിളിച്ച് അദ്ദേഹത്തിന് അഭിനയിക്കാൻ, അദ്ദേഹത്തിന് ആ രജനീകാന്തിനെ തല്ലുന്നൊരു സീനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കാം, അതോ മലയാളത്തിലെ തിരക്കുകളാണോന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹം അഭിനയിച്ചില്ല. അങ്ങനെ അദ്ദേഹം പറയാണ്ട് ദളപതിയും മുത്തും രജനീകാന്തിൻ്റെ കൂടെ അഭിനയിക്കേണ്ട 2 സിനിമകളും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കമൽഹാസൻ്റെ കൂടെ നമ്മൾ അദ്ദേഹത്തെ വേറെയും ഒരുപാട് സിനിമകളുണ്ട്. തെന്നാലി എന്ന് പറയുന്നൊരു സിനിമ, പഞ്ചതന്ത്രം എന്ന് പറയുന്നൊരു സിനിമ, പിന്നെ ഉത്തമ വില്ലൻ എന്ന് പറയുന്ന കുറച്ച് കാലം മുമ്പ് ഇറങ്ങിയ 2015 ഇറങ്ങിയ ഒരു സിനിമയിലൊക്കെ ഇത് കമൽഹാസൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കമൽഹാസൻ മലയാളത്തിൽ വന്നിട്ട് ജയറാമിൻ്റെ 4 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ബന്ധത്തിൻ്റെ പുറത്ത്, അത് കമൽഹാസൻ പറയാറുണ്ട്, ജയറാമിനെ വിളിച്ചു കഴിഞ്ഞാൽ ജയറാം റോൾ എന്താണെന്നോ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ എന്താണെന്ന് പോലും ചോദിക്കാതെ വരും. അതുപോലെ തന്നെയാണ് തിരിച്ചും കമൽഹാസൻ ജയറാമിനോട് പെരുമാറാറുള്ളത് എന്നൊക്കെ ജയറാം പറയാറുണ്ട്. ഇതിൽ ദശാവതാരം എന്ന് പറഞ്ഞ സിനിമ, അതുവരെയുള്ള കമൽഹാസൻ്റെ ഏറ്റവും വലിയൊരു ബഡ്ജറ്റ് സിനിമയായിരുന്നു. നമുക്കറിയാം 10 വേഷങ്ങളിലൊക്കെ എത്തിയ സിനിമയായിരുന്നു. ആ ഒരു സിനിമയിൽ ഒരു റോളിൽ ജയറാമിനെ വിളിച്ചിരുന്നു. അപ്പോൾ അനൗൺസ്മെൻറ്റ് വന്ന സമയത്തൊക്കെ ജയറാം ഉണ്ടായിരുന്ന സിനിമയിൽ. പക്ഷേ അതിൻ്റെ ഷൂട്ടിംഗ് കുറേ നീണ്ടുപോയതും ജയറാമിന് മറ്റ് സിനിമകളുടെ തിരക്ക് കാരണം ആ ഒരു സിനിമയുടെ ഭാഗമാവാൻ ജയറാമിന് പറ്റിയില്ല. ജയറാം തന്നെ ദശാവതാരം റിലീസായ സമയത്ത് അന്നത്തെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു TV ചാനലിൽ സംസാരിച്ചപ്പോൾ ജയറാം പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സിനിമയിൽ എന്നെ വിളിച്ചു, പക്ഷേ കുറേ ദിവസങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഭയങ്കര നഷ്ടബോധം ഉണ്ടെന്നൊക്കെ ജയറാം ഒന്ന് തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതല്ലാതെ ജയറാം കമൽഹാസൻ കോമ്പോയിൽ നമ്മൾ തെന്നാലി പോലത്തെ സിനിമകളൊക്കെ ഇന്നും നമ്മുടെയൊക്കെ ഫേവറേറ്റ് സിനിമകളാണ്. തെന്നാലിക്ക് അന്ന് കമൽഹാസനോട് കട്ടയ്ക്ക് നിന്ന ആളാണ് ജയറാം. ആദ്യം ലാലേട്ടനെയാണ് റോള് വിളിച്ചത്, പക്ഷേ പിന്നീട് ജയറാമിലേക്ക് പോയി ജയറാം ഗംഭീരമായിട്ട് ചെയ്തു. ജയറാമിന് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ ഒരു സിനിമയ്ക്ക്. ആദ്യമായിട്ടാണ് തോന്നുന്നു കമൽഹാസൻ്റെ കൂടെ ഒരു നടൻ അഭിനയിച്ച ആ നടന് ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുന്നത്. പിന്നെ പഞ്ചതന്ത്രം ഇന്നും TV വന്നു കഴിഞ്ഞാൽ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ട്. ജയറാം പറയാറുണ്ട്, ആ സിനിമ തിയേറ്ററിൽ അന്ന് ഭയങ്കര വിജയമൊന്നും അല്ലായിരുന്നു തെന്നാലി പോലെ, പക്ഷേ TV വന്നു കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് 2:30 തുടങ്ങി വൈകിട്ട് 6-7 മണി വരെ അതിൻ്റെ പരസ്യം ഒക്കെ, കാരണം അത്രയധികം റേറ്റിംഗ് ആണ് ആ സിനിമയ്ക്കുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കോംബോയൊക്കെ ഭയങ്കര രസകരമാണ്, ഇവർ ജയറാം കമൽഹാസൻ കോംബോ. അപ്പോൾ ദശാവതാരം ഒരു പക്ഷേ അതിലൊരു ചെറിയ വേഷമുണ്ട്, ആ ചെറിയ വേഷത്തിൽ അഭിനയിച്ച ആ നടനാണ് പിന്നീട് കമൽഹാസൻ്റെ ഉന്നയെപ്പോലൊരുവൻ എന്ന് പറയുന്ന സിനിമ, വെനസ്ഡേയുടെ റീമേക്ക്, അതൊക്കെ ഡയറക്റ്റ് ചെയ്ത് അദ്ദേഹം അമേരിക്കയിലാണ് ഇപ്പോൾ ചെറിയ സിനിമകളൊക്കെ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ജയറാം റിജക്റ്റ് ചെയ്ത വേറെ
2 സൂപ്പർ ഹിറ്റ് സിനിമകളുണ്ട് തമിഴിൽ. അത് അദ്ദേഹം എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു എന്നുള്ള കാരണം എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ പറയുക. ആ സിനിമയെക്കുറിച്ച് ഞാൻ പറയാം. അതൊന്ന് ഭാരതി കണ്ണമ്മ എന്ന് പറയുന്നൊരു സിനിമയാണ്. അത് പാർത്ഥിവൻ ആണ് ആ സിനിമയിൽ അഭിനയിച്ചത്. 97 ആ സിനിമ റിലീസ് ചെയ്തത്. അത് സൂപ്പർ ഹിറ്റായിരുന്ന സിനിമ. പിന്നെ അജിത്ത് എന്ന് പറയുന്ന ഒരു നടന് ഒരു സ്റ്റാർഡത്തിലേക്ക് ഉള്ള ഒരു വഴി ഒരുക്കിയ ഒരു സിനിമയാണ് കാതൽ കോട്ടൈ. അതിന് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. ദേവയാനിയും അജിത്തും അഭിനയിച്ച ആ സിനിമയും ജയറാം റിജക്റ്റ് ചെയ്തിട്ടില്ലാന്ന് കേട്ടിട്ട്. ഇത് ജയറാമിൻ്റെ തന്നെ ഒരുപാട് സിനിമയുടെ സംവിധായകനായ രാജസേനൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെയും ഞാൻ പല സോഷ്യൽ മീഡിയയിലൊക്കെ പലയിടത്തും ഞാൻ വായിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് അറിയില്ല. മറ്റു കാര്യങ്ങളൊക്കെ ജയറാം തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദളപതിയും അതുപോലെ തന്നെ മുത്തൂലൊക്കെ ജയറാമിൻ്റെ അവസരങ്ങൾ ജയറാം വിട്ടതും ദശാവതാരത്തെക്കുറിച്ചൊക്കെ ജയറാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന കാതൽക്കോട്ടയെ കുറിച്ചും ഭാരതി കണ്ണമ്മയെക്കുറിച്ചൊക്കെ ഞാൻ അല്ലാതെ പല വാർത്തകളിൽ നിന്നും പല പുസ്തകങ്ങളിൽ നിന്നും ഞാൻ വായിച്ച അറിവാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം. എന്തായാലും ഇപ്പം ഞാൻ ഈ പറഞ്ഞ സിനിമകൾ ഭാരതി കണ്ണമ്മയും കാതൽക്കോട്ടയും എന്തായാലും നിങ്ങൾ കാണേണ്ട സിനിമകളാണ്. കാതൽക്കോട്ടൈ ആ ഒരു ഇന്ന് അത് എത്രത്തോളം റിലവൻ്റ് ആണ് ആ കഥ എന്നറിയില്ല. കാരണം അന്ന് കത്തുകളിലൂടെ രണ്ടുപേര് കാണാതെ കത്തുകളിലൂടെ പ്രണയിക്കുന്നതാണ്. അത് മൊബൈലൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ്. അത് സോഷ്യൽ മീഡിയയൊക്കെ വരുന്നതിന് മുമ്പ്. അതുകൊണ്ട് ഇന്ന് അതിൻ്റെ അത്ര പ്രസക്തിയില്ല. പക്ഷേ അതിലൊരു റൊമാൻസ് ട്രാക്കും അതിലെ പാട്ടുകളും ഒക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അജിത്ത് എന്ന് പറയുന്ന ഒരു നടൻ്റെ ഇന്ന് നമ്മൾ കാണുന്ന അജിത്തല്ല, വേറൊരു തരത്തിലുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു അജിത്താണ്. അപ്പോൾ ആ ഒരു സിനിമയും നിങ്ങൾ എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കാണണം.